ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. മാങ്ങ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം, അതുപോലെ തന്നെ മാങ്ങ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റും മാംഗോ ഐസും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം. ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരണം. അതുവരേക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സേമിയ നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വരും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാരയുടെ പാനിയൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്നവരേക്കും നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മാങ്ങയാണ്. ഞാൻ അൽഫോൺസ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് കളറുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനും നല്ലൊരു കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ അൽഫോൺസ മാങ്ങ 2 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച മാങ്ങയൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ്സ് ആണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ അളവിൽ ചിയാ സീഡ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ആണ്. അപ്പോൾ സേമിയ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും 2 സ്പൂൺ അളവിൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ബാക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴും ഞാൻ ഇതുപോലെ ഒരു 3 സ്പൂൺ അളവിൽ മാങ്ങ മാറ്റി വെച്ചിട്ടാണ് ബാക്കി മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണിത്. 2 കപ്പ് അളവിൽ പാല് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ഞാൻ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്നിൽ സേമിയയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയായി കഴിയും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കുക. മാങ്ങയുടെയൊക്കെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് രണ്ടാമതായിട്ട് മാംഗോ ഐസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 സ്പൂൺ അളവിൽ മാംഗോ അരച്ചതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മാങ്ങയിലേക്ക് 1/2 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ പാലും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സേമിയ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ഐസ് മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ജ്യൂസ് നമുക്ക് ഐസ് മോൾഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മുടെ കയ്യിൽ ഐസ് മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 6 മുതൽ 8 മണിക്കൂർ വരേക്കും ഒന്ന് ഫ്രീസ് ചെയ്ത് എടുക്കും. സാധാരണ നമ്മൾ ഐസൊക്കെ ഒരു 6 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇന്ന് ഞാനിത് ഒരു 3 മണിക്കൂർ ആയപ്പോഴത്തേക്കും തന്നെ ഒന്ന് വെളിയിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് ഒന്നിലൊരു 10 സെക്കൻഡ് നോർമലായിട്ടുള്ള വെള്ളത്തിലൊന്ന് മുക്കി വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും.
അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഐസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് രണ്ടും ഒന്ന് തയ്യാറാക്കി നോക്കും. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.